അസ്സലാമു അലൈക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. എല്ലാവർക്കും അറിയായിരിക്കും ഓതേണ്ട സൂറത്തുകൾ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ ദുഖാൻ, സൂറത്തുൽ ജുമുഅ. ഈ 3 സൂറത്തുകളും എല്ലാവരും ഓതാൻ നോക്കുക. എല്ലാത്തിനും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. പിന്നെ വേറെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, വേറൊരു ദുആ ഉണ്ട്. ആ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന് 70 പ്രാവശ്യം ആ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിലും ഖൈറും ബർക്കത്തും ഉണ്ടാവുകയും നമ്മൾ കടങ്ങളൊക്കെ വിടാനുള്ള സഹായിക്കുന്നുള്ളതാണ്. സോ അത് നിങ്ങളെല്ലാവരും ചൊല്ലാൻ നോക്കുക. അത് ഈ ദുആണ്. അല്ലാഹു മക്ഫിനി ബി ഹലാലിക മിൻ ഹറാമിക വഅഗ്നിനി ബി ഫളലിക അമ്മൻ സിവാക്. ഈ ഒരു ദുആ നിങ്ങൾ ഒരു 70 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ നോക്കുക. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു വീഡിയോയിൽ കണ്ടതായിരുന്നു, ഒരു ആയത്ത് നിങ്ങളെല്ലാവരും ഓതുന്ന ഒരു ആയത്താണ്. അതായത് ഒരു സൂറത്തുൽ ബഖറ സൂറത്തിലെ ലാസ്റ്റിലുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി. അതിൻ്റെ മഹത്വത്തിനെ കുറിച്ചാണ്. അതിൻ്റെ മഹത്വത്തിനെ കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല. പലപ്പോഴും എവിടെ നിന്നൊക്കെ ചെറിയ കേട്ടതായുള്ള അറിവാണ്. പക്ഷേ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ മഹത്വത്തിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അത് പതിവാക്കാൻ നമുക്ക് തോന്നുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആയിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും പലരും ചെല്ലാറുണ്ടാവും. ഈവൻ എൻ്റെ ഉമ്മ എപ്പോഴും പറയാറുള്ളതാണ്, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തിട്ട് ഒരു ആയത്തുൽ കുർസി ഓതണേ എന്നുള്ളത് പറയും. ഞാൻ ഉമ്മ പറഞ്ഞുകൊണ്ട് ഓതും. പക്ഷേ അതിൻ്റെ മഹത്വം അറിഞ്ഞിട്ട് ഓതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എന്തായാലും ഇതിപ്പോൾ ആരും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഓതാൻ ശ്രമിക്കും. അതിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആയത്തുൽ കുർസി ഓതുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്ന സമയത്തോ എവിടെ നിന്നെങ്കിലും ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആയത്തുൽ കുർസി ഓതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാവലായിട്ട് 70,000 മലക്കുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ വുളൂ കഴിഞ്ഞിട്ട് നമ്മൾ ആയത്തുൽ കുർസി ഓതുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 70,000 പദവി ഉയർത്തപ്പെടും. അതായത് സ്വർഗത്തിലാണെന്നുണ്ടെങ്കിൽ 70,000 പദവി ഉയർത്തപ്പെടും. അതുപോലെ നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം എല്ലാവരും ഓതുന്നതാണ്. നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ ആയത്തുൽ കുർസി ഓതുകയാണെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. സോ ആയത്തുൽ കുർസി എന്തായാലും മിനിമം നിസ്കാരത്തിന് ശേഷമെങ്കിലും എല്ലാവരും ഓതാൻ ശ്രമിക്കുക. നമുക്ക് സ്വർഗം ഏകദേശം കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മൾ ആയത്തുൽ കുർസി നിസ്കാരത്തിന് ശേഷം പതിവാക്കുക. അതുപോലെ നമ്മുടെ ദുആ സ്വീകരിക്കാനും പ്രത്യേകം ആയത്തുൽ കുർസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉറക്കത്തിലും ഒരു സംരക്ഷണം നൽകുന്നൊരു ഇതാണ്. സോ ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പതിവാക്കാൻ നോക്കുക. എനിക്ക് ആ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യൂ. സോ ഞാൻ ആ അറിവ് നിങ്ങൾക്ക് പകർന്നു തരുന്നു. സോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്നൊരു ദുആനെ കുറിച്ചാണ്. അത് പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ചൊല്ലുന്നതായിരിക്കാം. പ്രത്യേകിച്ച് ചൊല്ലൽ സുന്നത്തുള്ളത് സുബ്ഹിൻ്റെയും മഗ്രിബിൻ്റെയും ശേഷമാണ്. അതായത് അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ. നമ്മൾ അത് 7 പ്രാവശ്യം ചൊല്ലാറുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് 10 പ്രാവശ്യം ചൊല്ലിയ ശേഷം 7 പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നതാണ് അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ. അതിന് അത്രത്തോളം ശ്രേഷ്ഠതയുണ്ട്. നമുക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്നൊരു ദുആ ആണത്. അത് പ്രത്യേകിച്ച് ആ സമയത്ത് ചൊല്ലാൻ പറയുന്നതിന് കാരണം, ആ സമയത്താണ് പുതിയ മലക്കുകൾ വരുന്നത്. അതായത് രാവിലത്തെ മലക്കുകൾ വരുന്നതും വൈകുന്നേരത്തെ മലക്കുകൾ കയറി പോകുന്ന സമയമാണ് സുബ്ഹി. പിന്നെ ഈവനിങ് എന്ന് പറഞ്ഞാൽ, അതായത് മഗ്രിബിന് ശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ മലക്കുകൾ കയറിപ്പോയിട്ട് നൈറ്റത്തെ മലക്കുകൾ ഇറങ്ങി വരും. പുതിയ മലക്കുകൾ ഇറങ്ങി വരുന്ന സമയത്ത് ആ 2 മലക്കുകളും അള്ളാഹുവിനോട് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ നരകത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെയും രാത്രിയും അള്ളാഹുവിനോട് നരകത്തിനോട് മോചനം തേടുന്ന ദുആയാണ്. സോ എല്ലാവരും അത് പതിവാക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത വീഡിയോസിൽ ഞാൻ കുറേ കമൻസ് കണ്ടായിരുന്നു. ഓരോ വീഡിയോസ് സജസ്റ്റ് ചെയ്താണ്ട് സെൽഫ് ചലഞ്ച് നമ്മളെങ്ങനെ ചെയ്യാം, അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇസ്ലാമിക് വീഡിയോസിലെ നെക്സ്റ്റ് 7 ഡേയ്സിലെ അപ്ഡേറ്റ്സ് കുറേ ആളുകൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചലഞ്ചാണ് നെക്സ്റ്റ് 7 ഡേയ്സിൽ ചെയ്യാൻ പോകുന്നത്. സോ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് വീഡിയോസിൽ ചെയ്യുന്നതാണ്.
കുറേ സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. നല്ല സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഇത്ര സബ്സ്ക്രൈബേഴ്സ് കൂട്ടണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നമുക്കുള്ള അറിവുകൾ ബാക്കിയുള്ളവർക്കും പകർന്നു നൽകുക. അതുകൊണ്ട് ഇൻഷാ അള്ളാ മരിച്ചു കഴിഞ്ഞാലും എനിക്കൊരു ഉപകാരം കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്താം, ഞാനും പ്രാർത്ഥന ഉൾപ്പെടുത്താം. പിന്നെ അപ്കമിങ് വീഡിയോസിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതും അതേപോലെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ളതും വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ വേറെ ഒരു കാര്യം എന്നുള്ളത്, ഞാൻ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരു 10 സബ്സ്ക്രൈബേഴ്സ് ആയാലും ഞാൻ ഓക്കെയാണ്. കാരണം ഒരു ഓഡിയോ ആയാലും നമുക്ക് കാണാൻ ആളുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് 751 സബ്സ്ക്രൈബേഴ്സാണ്. സോ അതും എനിക്ക് അറിയുന്ന മേ ബി 100-150 ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എന്നെ അറിയാത്ത ആളുകളാണ്. പക്ഷേ അവരെല്ലാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. സോ ഇനിയും എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവണമെന്ന് ഇപ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. ഇൻഷാ അള്ളാ അത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. സോ നിങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിലെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.